കേരളത്തിലെ അതിപ്രശസ്തമായ വിഘ്നേശ്വര ക്ഷേത്രത്തിന്റെ മുൻപിലാണ് ഞാൻ എത്തി നിൽക്കുന്നത്. കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം. കൊല്ലത്ത് നിന്നും ഏകദേശം 27 കിലോമീറ്ററാണ് ഇവിടേക്കുള്ളത്. യഥാർത്ഥത്തിൽ ഇത് മണികണ്ഠേശ്വരം ശിവക്ഷേത്രമാണ്. കിഴക്കോട്ട് ദർശനമായ ശിവനും പടിഞ്ഞാറോട്ട് ദർശനമായ പാർവതിയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ. എന്നിരുന്നാലും ക്ഷേത്രത്തിലെ ഉപദേവനായിരുന്ന ശ്രീ പാർവതീപുത്രനും വിഘ്നേശ്വരനുമായ ഗണപതിയുടെ പേരിലാണ് ദേവാലയത്തിന്റെ പ്രശസ്തി. ബാലഗണപതി എന്നാണ് സങ്കല്പം. കേരളത്തിലെ പ്രസിദ്ധമായ 5 ഗണപതി ക്ഷേത്രങ്ങളിലൊന്നാണിത്. ക്ഷേത്രവുമായി ചുറ്റിപ്പറ്റി വളരെ രസകരമായ ഒരു ഐതിഹ്യമുണ്ട്. പടിഞ്ഞാറ്റിൻകര ക്ഷേത്രത്തിന്റെ നിർമ്മാണ മേൽനോട്ടം ഉളിയന്നൂർ പെരുന്തച്ചനായിരുന്നു. ക്ഷേത്ര നിർമ്മാണത്തിനിടയിൽ അദ്ദേഹം പ്ലാന്തടിയിൽ ഒരു ചെറിയ ഗണപതി വിഗ്രഹം ഉണ്ടാക്കി. അദ്ദേഹം ഈ വിഗ്രഹവുമായി പ്രധാന പുരോഹിതനെ സമീപിച്ച് ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം ഈ ഗണപതി വിഗ്രഹം കൂടി പ്രതിഷ്ഠിക്കണമെന്നാവശ്യപ്പെട്ടു. എന്നാൽ അദ്ദേഹം പെരുന്തച്ചന്റെ അപേക്ഷ നിരസിച്ചു. ഇവിടെ ശിവനെയാണ് പ്രതിഷ്ഠിക്കേണ്ടതെന്നും ബ്രാഹ്മണനായ തന്നെക്കാൾ അറിവ് പെരുന്തച്ചനില്ലെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. നിരാശനായ പെരുന്തച്ചൻ കിഴക്കേക്കര ശിവക്ഷേത്രത്തിലെത്തി. അപ്പോൾ അവിടുത്തെ പുരോഹിതൻ ശിവന് നിവേദിക്കാനായി കൂട്ടപ്പം ഉണ്ടാക്കുകയായിരുന്നു. പെരുന്തച്ചൻ അദ്ദേഹത്തോട് ഗണപതിയെ അവിടെ പ്രതിഷ്ഠിക്കുമോ എന്ന് ചോദിച്ചു. പുരോഹിതൻ സമ്മതിക്കുകയും പെരുന്തച്ചൻ ഗണപതിയെ തെക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അനന്തരം പെരുന്തച്ചൻ പുരോഹിതനോട് ചോദിച്ചു, ഉണ്ണി ഗണപതി എന്തായാലും വിശന്നിരിക്കുകയാവും, എന്താണ് ഇന്ന് നൈവേദ്യത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്? കൂട്ടപ്പം, പുരോഹിതൻ പറഞ്ഞു. ഒരു ഇലയിൽ 7 കൂട്ടപ്പങ്ങൾ കൊരുത്ത് പെരുന്തച്ചൻ ഗണപതിക്ക് നിവേദിച്ചു. സന്തുഷ്ടനായ പെരുന്തച്ചൻ ഇവിടെ മകൻ അച്ഛനേക്കാൾ പ്രശസ്തനാകുമെന്ന് പറഞ്ഞു. ആ പ്രവചനം പിൽക്കാലത്ത് സത്യമായി. ഇന്ന് ഈ ക്ഷേത്രം ശിവക്ഷേത്രം എന്നതിലുപരി ഗണപതി ക്ഷേത്രം എന്ന പേരിലാണ് പ്രശസ്തം. ഇവിടുത്തെ പ്രധാന വഴിപാട് ഉണ്ണിയപ്പ നിവേദ്യമാണ്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഒരു മസാല ദോശയൊക്കെ കഴിച്ച് ഞാൻ തിരികെ വീട്ടിലേക്ക് മടങ്ങുന്നു. വീണ്ടും അടുത്ത വ്ലോഗിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം കൂടാനും മറക്കരുതേ. താങ്ക് യു.